നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ ലോകപ്രകാരമായ ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം പ്രഭാതയാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. യശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിനെ യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. നമുക്കിവിടെ കാണുവാൻ കഴിയും ഒരു ദാസനെയും അനുസരണം കേട്ട ഇസ്രയേലിനെയും തമ്മിൽ ഈ അധ്യായത്തിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാസന് അനുസരണത്തിൻ്റെ ഒരു മനോഭാവമുണ്ട്, ഒരു ശിഷ്യന് താഴ്മയുടെ ഒരു മനോഭാവമുണ്ട്. ഗുരു പറയുന്നത് അനുസരിക്കുവാൻ, ഗുരു പറയുന്നത് കേൾക്കുവാൻ, ഗുരു പറയുന്നത് കൈക്കൊള്ളുവാനൊക്കെ ഒരു ശിഷ്യന് കഴിയുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഗുരു ശിഷ്യ ബന്ധമെന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, മറ്റുള്ളവരെ ശാക്തീകരിക്കുവാൻ, മറ്റുള്ളവരെ കൈത്താങ്ങുവാൻ, മറ്റുള്ളവരുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ, മറ്റുള്ളവരുടെ കണ്ണുനീര്, മറ്റുള്ളവർക്ക് വേദന അവരുടെ വേദനയായി തീരുവാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണ്, അവരെ കൈത്താങ്ങുവാൻ അത് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ ആ ഒരു സ്വഭാവം വിട്ടുകൊണ്ട്, ആ ഒരു അവസ്ഥ വിട്ടുകൊണ്ട്, ആ കൈത്താങ്ങുന്ന, തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന, തളർന്നിരിക്കുന്നവരെ ശക്തീകരിക്കുന്ന സ്വഭാവമൊക്കെ നിങ്ങളിൽ നിന്ന് പോയിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. ഇപ്പോൾ ആരെങ്കിലും അടിക്കാൻ വരികയാണെങ്കിലോ, ആരെങ്കിലും നിന്ദിക്കാൻ വരികയാണെങ്കിലോ, ആരെങ്കിലും വേദനപ്പെടുത്തുവാൻ വരികയാണെങ്കിലോ മറിച്ചു പറയാതെ ഒരു ശിഷ്യത്വത്തിൻ്റെ സ്വഭാവത്തോടു കൂടി ഉള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു തൻ്റെ കാൽവറി ക്രൂശീകരണ മരണത്തിന് മുൻപായിട്ട് നമുക്കറിയാം ഒത്തിരി പീഡകളിലൂടെ, ഇതേപോലെയുള്ള പീഡകളിലൂടെയൊക്കെ കടന്നുപോയതായിട്ട് കാണുവാൻ. അടിക്കുന്നവർക്ക് തൻ്റെ മുതുകും കാണിച്ചു കൊടുത്തു, രോമം പറിക്കുന്നവർക്ക് തൻ്റെ കവിളും കാണിച്ചു കൊടുത്തിട്ട് അവരോട് എതിർക്കുകയല്ല, അവരോട് എതിർത്തു നിൽക്കുകയല്ല, എല്ലാം കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണുവാൻ. അതൊരു ശിഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ താഴ്മയുടെ, അതൊരു കർത്താവായ യേശുക്രിസ്തു മറ്റുള്ള ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഈ സ്വഭാവമൊക്കെ വിട്ടുകൊണ്ട് മാറിയിരിക്കുന്നു, നിങ്ങളൊരു ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഹങ്കാരത്തിൻ്റെയോ പ്രൗഢിയുടെയോ ലോകപ്രകാരമായ ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് ഈ ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ടുകൊണ്ട് ഒരു ശിഷ്യത്വത്തിൻ്റെ, താഴ്മയുടെ, ഒരു അനുസരണത്തിൻ്റെ, മറ്റുള്ളവരെ താങ്ങുന്ന, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ശക്തീകരിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമായി തീരട്ടെ നിങ്ങളുടെ ജീവിതമെന്ന് ഇന്ന് പകൽക്കാലം പറയുന്നു. ഒരു ശിഷ്യത്വത്തിൻ്റെ നാവിനെ, ഒരു ശിഷ്യത്വത്തിൻ്റെ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യേകമായിട്ട് പറയുക. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ചിന്ത ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.